ചെയ്ത ആ സിനിമയിൽ എനിക്ക് പകരം അഭിനയിക്കുന്ന ആരാന്നറിയോ? ഇവളാ, അച്ഛന്റെ പുന്നാര മോള് രാധിക. എന്തൊക്കെയാടി വിളിച്ചു പറയുന്നേ? സിനിമയിൽ അഭിനയിക്കാനോ? രാധിക മോളോ? അമ്മയ്ക്ക് വിശ്വാസമായില്ല അല്ലേ? ഡയറക്ടർക്ക് വാക്കുകൊടുത്തിട്ടാ വന്നിരിക്കുന്നത്. മ്യൂസിക് സ്കൂളിലെ പ്രോഗ്രാം കഴിഞ്ഞപ്പോ എല്ലാവരുടെ മുൻപിൽ വെച്ച് ഡയറക്ടർ ഇന്ദ്രജിത് മേനോന് വാക്ക് കൊടുത്തു. സത്യമാണോ മോളെ? സത്യമാണോന്ന്? പ്രിയങ്ക പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്താ ഉണ്ടായതെന്ന് നീ പറ. പ്രിയ പറഞ്ഞ സത്യം. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ എന്നെ വിളിച്ചു. ഞാൻ സമ്മതിച്ചു. എവിടെ എവിടെ ഭാര്യയുടെയും ഭർത്താവിന്റെയും മുഖം ഞാനൊന്ന് ശരിക്ക് കാണട്ടെ. പണ്ടേ ഞാൻ പറഞ്ഞതല്ലേ ദേവ, ഒരു പാമ്പിൻ കുഞ്ഞിനെ ആ നെഞ്ചിലിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നെന്ന്. അതിന് വിഷം വരുന്ന സമയത്ത് അത് കൊത്തി കൊല്ലുവെന്ന്. ഇപ്പൊ അവള് പറഞ്ഞത് കേട്ടല്ലോ. ഇനി പറയില്ലല്ലോ നിങ്ങൾ ആരും. പ്രിയങ്കമ്മോളും മുത്തശ്ശിയും കൂടി അവളെ കരുതിക്കൂട്ടി കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുകയാണെന്ന്. മോളെ, ഇത്രയൊക്കെ കേട്ടിട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അച്ഛൻ നിൽക്കുന്നത്. നിനക്ക് എന്നു മുതലാ ഇതിലൊക്കെ താല്പര്യം തുടങ്ങിയത്? ഇന്ന് വരെ അങ്ങനെ ഒരു വാക്ക് പോലും നീ പറഞ്ഞിട്ടില്ലല്ലോ. പറയില്ലച്ച. ആഗ്രഹങ്ങളും ആർത്തിയൊക്കെ മനസ്സിൽ മൂടിക്കൊണ്ട് നടക്കുക. അവസരം വരുമ്പോ പ്രയോഗിക്കാൻ. എന്നെ ചതിച്ചതാ അച്ഛ. മ്യൂസിക് സ്കൂളിൽ നടന്ന പ്രോഗ്രാമിന് ഡയറക്ടർ ഇന്ദ്രജിത് മേനോനെ വിളിച്ചത് അച്ഛന്റെ ഈ മോളുടെ താല്പര്യപ്രകാരമാ. എന്റെ മുന്നിൽ വെച്ച് അയാളോട് വാക്ക് പറഞ്ഞതും എന്നോടുള്ള പക കൊണ്ട. പ്രിയങ്കയുടെ എത്ര വലിയ ആഗ്രഹമായിരുന്നു മോളെ. എങ്ങനെ ചിന്തിച്ചിട്ടും ഒരു ഉത്തരം കിട്ടുന്നില്ലല്ലോടാ. ഇതെന്താ രാധിക മോൾക്ക് ഇങ്ങനെ സംഭവിച്ചത്? ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നെങ്കില് ഇത്ര വലിയ അവസരം വന്നപ്പോ അതിൽ ചെന്ന് ചാടിയെന്ന് പറയും. പക്ഷേ ഇതല്ലല്ലോ. ഇത്ര പക്വതയുള്ളൊരു കുട്ടി. ഇല്ല മോനെ, ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. ദൃശ്യം ഞാനെല്ലാം പ്ലാൻ ചെയ്തതാണ്. സിനിമയിലെ നായികയാക്കിയാല് എന്നെ വിട്ടു പോവാന്ന് പ്രിയങ്ക വാക്ക് പറഞ്ഞത്. അതല്ലാതെ ഇന്ദ്രജിത് മേനോനെ പോലുള്ള ഒരാളുടെ അടുത്ത് ഞാൻ പോയി റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അയാളുടെ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ ആയപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചത്. ഒന്ന് കൈനീട്ടിയ രാധിക എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചത്. പക്ഷെ എല്ലാവരും തകർത്ത് കാണുന്നില്ലേ. ആ ഡയറക്ടറുമായിട്ട് നിനക്ക് നല്ല അടുപ്പമല്ലേ? ഒന്ന് വിളിച്ചു നോക്കി നീ നിന്റെ അവസ്ഥയൊന്ന് പറഞ്ഞു നോക്ക്. അതൊന്നും പറ്റില്ല മുത്തശ്ശി. അദ്ദേഹം ഞാനും നല്ല സൗഹൃദ. പക്ഷേ അയാളുടെ പ്രൊഫഷനിൽ ഒരു പരിധി കഴിഞ്ഞിട്ട് ഞാൻ കയറി ഇടപെടാൻ പാടില്ലല്ലോ. പിന്നെ അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. മ്യൂസിക് സ്കൂളിലെ പ്രോഗ്രാം അത്രയ്ക്ക് നന്നായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് ക്ഷണിക്കാം. പക്ഷേ രാധിക പോകണമെങ്കില്, പ്രത്യേകിച്ച് പ്രിയങ്കയെ മറികടന്ന ഒരു തീരുമാനം എടുക്കണമെങ്കില് ന്യായമായ എന്തോ ഒന്നുണ്ടടാ. അല്ല,
ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ നീയും പ്രിയങ്കയും തമ്മിൽ പിരിയോ എന്ന കാര്യം ഏതെങ്കിലും കാരണവശാൽ രാധിക അറിഞ്ഞു കാണൂ? ഞങ്ങള് മുറിയിൽ വെച്ചാ സംസാരിച്ചത്. അത് രാധിക മോള് കേട്ടിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ പ്രിയങ്ക അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? രാധിക മോളുടെ ഈ തീരുമാനത്തിന് പിന്നിൽ അതാ കാരണമെങ്കിലോ? കാരണം എന്തായാലും എന്നെ കുരുക്കിക്കളഞ്ഞല്ലോ. ഇനി പ്രിയങ്കയോട് ഞാൻ എന്താ പറയാ? എന്ത് പറഞ്ഞാ അവളോട് ഇറങ്ങിപ്പോകാൻ പറയാ? ഞാൻ ജീവിതകാലം മുഴുവൻ ഇനി അവളെ നോക്കണ്ടേ? സാരമില്ലടാ, ഇതൊക്കെ മറികടക്കാനുള്ള തടസ്സങ്ങളായിട്ട് കൂട്ടിയാ മതി. ഈ കാര്യത്തിൽ നിന്റെ ഉറച്ച തീരുമാനമാ വേണ്ടത്. അവള് ഈ അവസരം പ്രിയങ്ക മോൾക്ക് വിട്ടുകൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ അടിച്ചു പുറത്താക്കണം അവളെ. അമ്മ, എന്താ? പ്രിയങ്ക ഭക്ഷണം കഴിക്കുന്നില്ലേ? അവളിനി തിരിച്ച് കണിമംഗലത്തേക്ക് പോകുന്നില്ലെന്ന് പറയുന്നു. മോളെ, അച്ഛൻ പറഞ്ഞ ഒരു കാര്യവും നിന്റെ മോൾ ഇന്നുവരെ അനുസരിക്കാതിരുന്നിട്ടില്ല. സിനിമയിൽ അഭിനയിക്കണമെന്ന് പ്രിയങ്ക ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പൊ ചിലപ്പോ നീയും ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ അത് നമ്മുടെ കുടുംബത്തിന്റെ ആഗ്രഹമല്ല. ഈ കുടുംബം തകരാതെ നോക്കേണ്ടത് അച്ഛന്റെ ഉത്തരവാദിത്വമല്ലേ? അതുകൊണ്ട് എന്റെ മോള് ഈ അവസരം പ്രിയങ്ക മോൾക്ക് വിട്ടുകൊടുക്കണം. എന്താടി, പറ്റില്ലേ നിനക്ക്?